കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ വെളിപ്പാട് പുസ്തകത്തിന്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സ്മിർന ചർച്ചിനെ കുറിച്ച് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർഗമോ സഭയെ കുറിച്ചാണ്. ഗ്രാജുവേഷന് മുമ്പ് ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം തീരുകയില്ല. എങ്കിലും ഗ്രാജുവേഷൻ കഴിഞ്ഞാലും വെളിപ്പാട് ദിവസം പഠിക്കണമെന്ന് ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്തതിന് വിരോധമില്ല. സ്തോത്രം. ആ കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. വെളിപ്പാട് ദിവസം 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. വെളിപ്പാട് ദിവസം 2-ാം അധ്യായം 12 മുതൽ 17 വരെ. പെർഗമോസിലെ സഭയുടെ ദൂതനെ എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ. എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബെലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കലോവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക. അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. Pergamos was 50 miles far away from Smyrna. സ്മിർന പട്ടണത്തിൽ നിന്ന് 50 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് പെർഗമോസ്. It was a wealthy city like Ephesus and Smyrna. എഫെസോസ് സഭയെ പോലെ എഫെസോസ് പട്ടണത്തെ പോലെ സ്മിർന പട്ടണത്തെ പോലൊക്കെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു പട്ടണമായിരുന്നു ഈ പെർഗമോസ് പട്ടണം എന്ന് പറയുന്നത്. അവിടുള്ള ജനം ചക്രവർത്തിമാരെയാണ് ആരാധിച്ചു വന്നിരുന്നത്. എംപറർ വർഷിപ്പായിരുന്നു ആ പട്ടണത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ എല്ലായിടത്തും പാഗൻ റിച്വൽസ് ആയിരുന്നു. ജാതീയമായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഈ പെർഗമോസ് പട്ടണത്തിന്റെ എല്ലായിടത്തും കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവിടെ സൗഖ്യദേവൻ എന്നറിയപ്പെടുന്ന എസ്കിലേപ്പിയസ്, ആ ദേവന്റെ പേരാണ് എസ്കിലേപ്പിയസ്. AESCULAPIUS, എസ്കുലേപ്പിയസ്. ഈ എസ്കുലേപ്പിയസിന്റെ പേരിൽ പെർഗമോസിൽ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു, ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു. ഈ സൗഖ്യദേവൻ എന്നറിയപ്പെടുന്ന എസ്കുലേപ്പിയസിന്റെ പേരിൽ പെർഗമോസിൽ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ഈ ദേവന്റെ അധികാര ചിഹ്നം എന്ന് പറയുന്നത് വടിയിൽ പിണഞ്ഞു കിടക്കുന്ന സർപ്പമാണ്. നമുക്കറിയാം, ഈ ഫാർമസിയുടെ ഒക്കെ ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? വടിയിൽ പിണഞ്ഞു കിടക്കുന്ന സർപ്പമാണ്. അതിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇന്ന് മെഡിക്കലിൽ കാണുന്ന മെഡിക്കൽ സിമ്പൽ എന്ന് പറയുന്നത്. സർപ്പം എന്ന് പറയുന്നത് സാത്താന്റെ അടയാളമാണ്.
ഇത് കൂടാതെ ഈ പെർഗമോസിൽ അസ്ക്ലിപ്പാസ്, ഡയോനിസിസ്, സിയൂസ് എന്നീ നാമങ്ങളിൽ അറിയപ്പെടുന്ന ദൈവങ്ങളെയും അവർ ആരാധിച്ചിരുന്നു. സൗഖ്യദേവനെ കൂടാതെ മറ്റു പല ദൈവങ്ങളും അവർക്ക് ആരാധനയ്ക്കായിട്ടുണ്ടായിരുന്നു. ഡയോനിസിസ്, DIONYSUS, ഡയോനിസിസ്. അസ്ക്ലിപ്പാസ്, ASCLEPIUS. അടുത്ത ദൈവത്തിന്റെ പേര് സിയൂസ്, ZEUS. സിയൂസിന്റെ നാമത്തിൽ വലിയ ഒരു ബലിപീഠം സിംഹാസനത്തിന്റെ മാതൃകയിൽ പെർഗമോസ് പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന് വായിക്കാമോ? വെളിപ്പാട് 2:13. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. ഇത് വെറുതെ പറയുന്ന, നമ്മൾ വെറുതെ പറയുന്ന കാര്യമില്ല. അവിടെ സാത്താന്റെ ഒരു സിംഹാസനം ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. സിയൂസിന്റെ നാമത്തിൽ വലിയൊരു ബലിപീഠം, ഏത് അകലെ നിന്നും ഈ ബലിപീഠം കാണാൻ കഴിയുമായിരുന്നു. ഈ പെർഗമോസ് എന്ന വാക്കിന്റെ അർത്ഥം കോംപ്രമൈസ് എന്ന, കോംപ്രമൈസ്, ഒത്തുതീർപ്പ്. ഈ പെർഗമോസ് സഭ ലോകവുമായി സന്ധിയിൽ ഏർപ്പെട്ടു എന്ന് അറിയുക. ഈ സഭ ലോകവുമായി സന്ധിയിൽ ഏർപ്പെട്ടു എന്ന് സാരം. വൈ ഇറ്റ് ഹാപ്പൻഡ്? എന്തുകൊണ്ടാണ് പെർഗമോസ് സഭ ലോകവുമായി സന്ധിയിൽ ഏർപ്പെട്ടത്? പിശാച് ആദ്യം ദൈവസഭയെ തകർക്കാൻ റോമൻ ഭരണാധികാരികളെ കയ്യിലെടുത്തു. പ്രാരംഭകാലത്ത് വാളുകൊണ്ട് അല്ലെ പീഡനം കൊണ്ട് ദൈവസഭയെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ സഭ നശിച്ചില്ല. നമുക്കറിയാം, വടക്കേന്ത്യയിലൊക്കെ ഭയങ്കര പീഡനങ്ങൾ നടക്കുക. പക്ഷെ ഇതുപോലെ ആത്മാക്കൾ വിടുവിക്കപ്പെടുന്ന ഒരു കാലം വേറെ ഉണ്ടായിട്ടില്ല. അത്ര ഫാസ്റ്റായിട്ടാണ് ദൈവമക്കൾ യേശുവിനെ അറിയുന്ന ഈ കാലഘട്ടത്തിൽ. പീഡനം വർദ്ധിക്കുന്തോറും ദൈവസഭ തളരുകയോ നശിക്കുകയോ അല്ല, ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ദൈവത്തിന്റെ ഒരു ദൈവ സഭയ്ക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. സ്തെഫാനോസ് കൊല ചെയ്യപ്പെട്ട അന്ന് സ്വതം അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും ചിതറിപ്പോയെങ്കിലും ചിതറിപ്പോയവർ അവിടെ വചനം സംസാരിച്ച് എത്ര സഭകൾ ഉടലെടുത്തു. മനസ്സിലായി? അന്നേരം ഒരിക്കലും പീഡനങ്ങൾക്ക് ദൈവസഭയെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. മനസ്സിലായോ? പീഡനങ്ങളിൽ സഭ തളരത്തില്ല. ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കൾ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്, അല്ലെ? പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. വടക്കേന്ത്യയിൽ ദൈവവേല ചെയ്യുന്നവരും അവിടെ താമസിക്കുന്നവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. സ്തോത്രം. കേരളം വിട്ടുകഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ വളരെ പ്രയാസങ്ങളുണ്ട്. എന്നാൽ അവിടെ ഒന്നും തളരാതെ ദൈവം നിർത്തി. അത് ചെറിയ കാര്യമല്ല. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അന്നേരം പീഡനങ്ങളിൽ ദൈവസഭ തകരത്തില്ലെന്ന് ഗ്രഹിച്ച പിശാച് സഭയെ മറ്റൊരു ദിശയിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. മനസ്സിലായോ? അന്നേരം മറ്റൊരു ദിശയിലേക്ക് സഭയെ കൊണ്ടുവരിക. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലും സംഖ്യാപുസ്തകം 31-ാം അധ്യായത്തിലും നിങ്ങൾ അടുത്ത് വായിക്കണമെന്നില്ല. ഇവിടെ നമ്മൾ വായിച്ചല്ലോ, ബിലെയാമിന്റെ ഉപദേശവും ബിലെയാമിന്റെ വഴിയും. പെർഗമോസ് സഭ ഫോളോ ചെയ്തിരുന്ന ഉപദേശം ബിലെയാമിന്റെ ഉപദേശം.
ബിലെയാമിന്റെ വഴി. അന്നേരം എന്താണ് ബിലെയാമിന്റെ ഉപദേശം? എന്താണ് ബിലെയാമിന്റെ വഴി? 2 പത്രോസ് 2:15 വായിക്കാമോ? 2 പത്രോസ് 2:15. അവർ നേർവഴി വിട്ട് തെറ്റി ബയോരിന്റെ മകനായ ബിലെയാമിന്റെ വഴിയിൽ നടന്നു. അന്നേരം നേർവഴിക്ക് പോകാത്ത വഴിയാണ് ബിലെയാമിന്റെ വഴി. അത് നമ്മൾ പഠിക്കാം എന്താണെന്നുള്ളത്. യൂദയുടെ ലേഖനം 11 വാക്യം കൊണ്ടൊന്ന് വായിച്ചു. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഗമാണ്. ബിലെയാമിനെ നമ്മൾ പരിചയപ്പെടുന്നത് മോവാബ് രാജാവായിരിക്കുന്ന ബാലാക്ക് ബിലെയാമിനെ ക്ഷണിച്ചു വരുത്തി ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ പ്ലാൻ ചെയ്യുന്ന സംഭവമൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ബിലെയാം ഒരു പ്രവാചകനായിരുന്നു. അവൻ എന്ത് പറഞ്ഞാലും അതുപോലെ നടക്കുമായിരുന്നു. മോവാബ് രാജാവായ ബാലാക്ക് നോക്കിയപ്പോൾ കാള വയലിലെ പുല്ല് നക്കി തിന്നുന്നത് പോലെ ഇസ്രായേൽ മക്കളെല്ലാം എല്ലായിടവും കീഴ്പ്പെടുത്തി ജയിച്ച് മുന്നോട്ട് വരികയാണ്. അതിനൊരു തടയിടണം. ഇത് മാനുഷിക ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ നടക്കത്തില്ലെന്ന് രാജാവിന് മനസ്സിലായി. രാജാവ് നോക്കിയപ്പം ബിലെയാം എന്ത് പറയുന്നു അങ്ങനെ സംഭവിക്കും. അങ്ങനെ ബിലെയാമിനോട് പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തെ പ്രാകണം, നിനക്ക് ഞാൻ എന്തോ വേണമെങ്കിലും തരാം. പുള്ളി ആദ്യം പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ രാജാവ് പറഞ്ഞു, നിനക്ക് വേണ്ടുന്ന ഗിഫ്റ്റ്സും പൊസിഷനും ഒക്കെ തരാം. അതാണ് സാത്താന്റെ അടവ് നോക്കണം. ആദ്യം നമ്മളെല്ലാം നല്ല മനുഷ്യരാ. ഈ സെക്കൻഡ് ചാൻസിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓഫറുകൾ വരുമ്പോൾ നല്ല കൃപയിൽ അല്ലെങ്കിൽ വീണു. ഉടനെ പുള്ളി പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറയാം. നമ്മളും പറയത്തില്ലേ, ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറയാം. പ്രാർത്ഥിച്ചു. ദൈവം എന്താ പറഞ്ഞു? VP John പാസ്റ്ററെ, ദൈവം എന്താ ബിലെയാമിനോട് പറഞ്ഞേ? ബിലെയാം പ്രാർത്ഥിച്ചപ്പോ എന്നാ പറഞ്ഞു? നീ അറിയാവുന്ന ആരും പറഞ്ഞു? നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, നിങ്ങൾ മിണ്ടാതിരിക്കുന്ന. നീ പോകരുതെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? പോകരുതെന്ന് പറഞ്ഞു. പുള്ളി രാജാവിനോട് പറഞ്ഞു, ദൈവം അനുവദിക്കുന്നില്ലെന്ന്. വീണ്ടും കൂടുതൽ പണവും പിന്നെ സമ്മാനങ്ങളൊക്കെ കൂടുതൽ ഓഫർ ചെയ്തപ്പോ നമ്മൾ പറയത്തില്ല, ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ പുള്ളി പിടിച്ചു വെച്ചങ്ങ് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആലോചന എന്നാ? പോകരുതെന്ന. ബിലെയാമിന്റെ ഉള്ളിലെ ആഗ്രഹം എന്താ? പറ. ബിലെയാമിന്റെ ഉള്ളിലെ ആഗ്രഹം എന്തുവാ? ഓഫറെല്ലാം കിട്ടണം, പോണമെന്നും പണമെന്നോ? രാജാവ് തരുന്നതൊക്കെ വാങ്ങിക്കണമെന്നുവാ. ദൈവാലോചന ഒത്തിരി അറിയേണ്ട കാര്യമൊന്നുമില്ല. ആദ്യമേ ദൈവം പറഞ്ഞു പോകണ്ട, അല്ലേ? പക്ഷെ പുള്ളി പോവാൻ നിർബന്ധിക്കപ്പെട്ടു. പോവാ.
അന്നേരം കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, നീ അങ്ങനെ അങ്ങ് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണ്, നീ പൊക്കോ. നമ്മൾ വിചാരിച്ചു അനുവാദം കിട്ടിയെന്നാ വിചാരിച്ചു. ബിലിയാം വിചാരിച്ചു ആ ദൈവം സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ പറയുന്നത് മാത്രമേ എന്ത് ചെയ്യാവൂ, പറയാവൂ. സ്തോത്രം. അങ്ങനെ വന്നു. പുള്ളി ശപിക്കാൻ തുറന്നതാ. അനുഗ്രഹമായി. പുള്ളി പറഞ്ഞ എന്നാന്നറിയോ, ഇസ്രയേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്, അല്ലേ? യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രയേൽ കഷ്ടത ദർശിപ്പാനില്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. എന്തുവാ, അനുഗ്രഹത്തിന്റെ പരമ്പരയായിരുന്നു പുള്ളിയുടെ വാക്കുകൾ. ബാലാക്ക് ദേഷ്യപ്പെട്ടു. ശപിക്കാൻ കൊണ്ടുവന്ന ബിലെയാം ഇസ്രായേൽ ജനത്തെ നോക്കി എന്ത് ചെയ്തു? സ്തോത്രം, അനുഗ്രഹിച്ചു. എന്തെല്ലാം ബിലെയാം ദൈവജനത്തിനെതിരെ ബാലാക്കിനെ കൂട്ടുപിടിച്ച് ശാപം പറയാൻ നോക്കിയിട്ട് ഒന്നും നടന്നില്ല. ഈ ക്ലാസ്സിൽ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ സഭയാകട്ടെ, നിങ്ങളെ ഓരോരുത്തരെ ആകട്ടെ, ആരെയെല്ലാം കൂട്ടുപിടിച്ച് നശിപ്പിക്കാൻ നോക്കിയാലും ശപിക്കാൻ നോക്കിയാലും ദൈവം നിന്റെ കൂടുണ്ടെങ്കിൽ നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്. ഓ, അവരുടെ ദൈവങ്ങളുടെ മധ്യേ ഉണ്ട്. രാജകോലാഹലം അവരുടെ നടുവിലുണ്ട്. സ്തോത്രം. അങ്ങനെ ബിലെയാമിന്റെ ആഗ്രഹം സാധിക്കാതെ പോയി. ബാലാക്കിന്റെ ഉദ്ദേശം നടന്നില്ല, ഒന്നും നടന്നില്ല. അങ്ങനെ വന്നപ്പം പുള്ളി നേരെ ട്രാക്ക് അങ്ങ് മാറ്റി. ആരാ? ബിലെയാം. നിങ്ങളൊന്ന് വായിക്കാമോ? സംഖ്യാപുസ്തകം 31:16 വായിച്ചേ. സംഖ്യ 31:16. ഇവരത്രേ പെയോരിന്റെ സംഗതിയിൽ ബിലെയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാവാനും ഹേതുവായത്. മതി. 31:8 വായിച്ചു. നിഹതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന്യ രാജാക്കന്മാരായ ഏവി, രേക്കെം, സൂർ, ഹൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. ബെയോറിന്റെ മകനായ ബിലെയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. മതി. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? എന്താണ് ബിലെയാമിന്റെ ഉപദേശം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് പരസ്യമായിട്ട് ഇപ്പം പഠിപ്പിക്കാൻ പറ്റിയില്ല. അതാണ് ഉപദേശം. എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാം. സമയം പോലെ നിങ്ങൾ ആ 31-ാം അധ്യായമൊക്കെ വായിക്കണം. സംഖ്യാപുസ്തകം നിങ്ങളൊരു 22 മുതൽ അങ്ങോട്ടൊക്കെ വായിക്കണം. 22, 23, 24. അതിനകത്ത് മോവാബ് രാജാവായ ബാലാക്കും ബിലെയാം പ്രവാചകനും അവരുടേതായിരിക്കുന്ന ആശയങ്ങളും പിന്നെ ദൈവം പറയുന്നതും ദൈവത്തോട് പറയുന്നതും ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. അന്നേരം ഇസ്രായേൽ മക്കൾ തനിച്ചു പാർക്കുന്ന ജനമാണ്, ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അങ്ങനെ നല്ല വിശുദ്ധിയിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ്. അന്നേരം രാജാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ബിലെയാം പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ മോവാബിയ കന്യകമാരെ ഇസ്രായേൽ ജനത്തിന് അട്രാക്ഷൻ വരുന്ന നിലയിൽ അവരെ കൊണ്ട് നിർത്തിയാൽ മതി. ബൈബിൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, വിശുദ്ധിയിൽ നിന്ന ദൈവജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം ചെയ്ത് പാപത്തിൽ അകപ്പെട്ടു.
അങ്ങനെ വലിയ ബാധ അവിടെ ഉണ്ടായി. ഇനി ഈ ദൈവജനത്തെ ശപിക്കാൻ വന്ന ബിലിയാമിന് സംഭവിച്ചതെന്നാ? പുള്ളിയുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എപ്പം പ്രാർത്ഥിച്ച കർത്താവേ, ഒരു ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കണമേ, ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കണമെന്നൊക്കെയാ പുള്ളിയുടെ പ്രാർത്ഥന. പക്ഷെ പുള്ളിയെ വാളുകൊണ്ട് കൊല്ലുകയായി. അന്നേരം ഉപദേശത്തിൽ നിന്ന് ആര് വ്യതിചലിച്ച് കാര്യസാധ്യത്തിന് വേണ്ടി ആരെ കൂട്ടുപിടിച്ചാലും ജനവും നശിച്ചു പോകും, ആ വ്യക്തിയും തകർന്നു പോകും. ചുരുക്കി പറഞ്ഞാൽ പരസംഗം ചെയ്യുന്നത് കുഴപ്പമില്ല എന്നൊരു ഉപദേശമാണ് ബിലെയാം ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 1, 2, 3 കെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. ലിവിങ് ടുഗദർ, നോ പ്രോബ്ലം. മനസ്സിലായോ? ഇങ്ങനെ ദൈവഹിതമല്ലാത്ത, ഇന്ന് പണ്ടൊക്കെ വിവാഹമൊക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ പേര് തന്നെ ഹോളി മാട്രിമോണി, വിശുദ്ധ വിവാഹം എന്നാണ്, അല്ലേ? അങ്ങനെയായിരുന്നു പേര്. ഇന്ന് അങ്ങനെ പദമൊക്കെ വളരെ റയറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്തോത്രം. ഇന്നത്തെ വെഡിങ് കാർഡൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ പെണ്ണിന്റെ ചെറുക്കന്റെ പേരും ഡേറ്റും മാത്രമേ, വീട്ടുപേര് ഏത് വീട്ടിൽ ജനിച്ചാന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഒരു കുറി എനിക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, കുഞ്ഞു എവിടുന്നാ? ഇപ്പോഴത്തെ ട്രെൻഡാ അങ്കിളെ അങ്ങനത്തെ കുറി എന്നൊക്കെ പറയാം. മനസ്സിലായി? ട്രെൻഡ് എല്ലാം മാറിപ്പോയി. അന്നേരം ദൈവത്തിന്റെ ജനം ജാതികളുമായി ഇടകലരുന്നതിന് കുഴപ്പമില്ല എന്നുള്ള ഉപദേശമായിരുന്നു ആരുടെ ഉപദേശം? ബിലെയാമിന്റെ ഉപദേശം. ആ ഉപദേശം പെർഗമോസ് സഭയിലേക്ക് കയറി വന്നു. വാളുകൊണ്ട് കൊല്ലുന്നതോ പീഡനങ്ങളോ ദൈവസഭയെ തളർത്താൻ കഴിയാതെ വന്നപ്പോൾ സാത്താൻ വെച്ച കെണിയാണ്, എങ്ങനെയും ജീവിക്കാം, സ്നാനപ്പെട്ടാ മതി. മനസ്സിലായോ? എങ്ങനെ ആരാധിക്കാം, എവിടെയും പോകാം, എന്തും കാണിക്കാം. അത് ദൈവീകമല്ല കേട്ടോ. അവന്റെ വാക്കു കൈക്കൊണ്ടവർ സ്നാനമേറ്റു. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി അവൻ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നമ്മൾ സാരമില്ലെന്നും കുഴപ്പമില്ലെന്നും പറയുന്ന എല്ലാം ദൈവത്തിന് കുഴപ്പമുള്ളതാ, ദൈവത്തിന് സാരമുള്ളതാ. നമ്മൾ തിരിച്ചറിയാം. നമുക്കാണ് കുഴപ്പമില്ലാത്തത്, പക്ഷെ ദൈവത്തിന് ഭയങ്കര കുഴപ്പമാണ്. മനസ്സിലായോ? വിശുദ്ധിയും അശുദ്ധിയും കൂടെ ഒരിക്കലും യോജിച്ചു പോവുകയില്ല. ദുരാത്മാവും പരിശുദ്ധാത്മാവും കൂടെ ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല. അതങ്ങനാണ്. നമ്മൾ കോംപ്രമൈസ്, അതാണ് പെർഗമോസ് എന്ന വാക്കിന്റെ അർത്ഥം, കോംപ്രമൈസ്. ലോകവുമായി സന്ധി ചെയ്യാൻ തക്കവണ്ണം പെർഗമോസ് സഭ തീരുമാനിച്ചു. മനസ്സിലായോ? ഇന്ന് എപ്പിസ്കോപ്പൽ സഭകളുമായി സന്ധിയിൽ ഏർപ്പെടുന്ന പെന്തക്കോസ്ത് സഭകളുണ്ട്. അത് അവരുടെ കാര്യം. പക്ഷെ നമ്മുടെ കാര്യം, നമ്മൾ ഉപദേശത്തിൽ നിൽക്കണം. ബിലെയാമിന്റെ ഉപദേശം നമുക്ക് വേണ്ട. മനസ്സിലായോ? ആരുടെ ഉപദേശം നമുക്ക് വേണ്ട? ബിലെയാമിന്റെ ഉപദേശം നമുക്ക് വേണ്ട. അടുത്ത ബിലെയാമിന്റെ മറ്റൊരു ഉപദേശമാണ് വിഗ്രഹാർപ്പിതം തിന്നുന്നത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു, അല്ലെ? പെർഗമോസ് സഭയിൽ വിഗ്രഹാർപ്പിതം തിന്നുന്നവരുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. മാമോദീസയ്ക്ക് പോയില്ലെങ്കിലും മാമോദീസയുടെ അവിടുത്തെ ഫുഡ് കഴിക്കാം. അടിയന്തരത്തിന് പോയില്ലെങ്കിലും അവിടുത്തെ ഫുഡ് കഴിക്കാം. ജാതീയ ആചാരങ്ങൾക്കൊന്നും നമ്മൾ പോകുന്നില്ലെങ്കിലും അവിടുത്തെ ഫുഡ് കഴിക്കാം. വളരെ ശ്രദ്ധിച്ചു വേണം. അതിനകത്തൂടെ ഈവിൾ സ്പിരിറ്റ് കയറാൻ സാധ്യത ഒത്തിരിയുണ്ട്. വിഗ്രഹാർപ്പിതം. ശബരിമലയ്ക്ക് പോകുന്നില്ലെങ്കിലും അവിടുന്ന് കൊണ്ടുവരുന്ന പ്രസാദം തിന്നാം.
അങ്ങനാണെങ്കിൽ ആദ്യം തെറ്റ് പറ്റേണ്ടത് ദാനിയേലിനായിരുന്നു. ദാനിയേൽ എന്താ പറഞ്ഞേ? രാജാവിന്റെ ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് തൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. എന്നാൽ തീരുമാനം വാക്കിലല്ല, ഹൃദയത്തിലാണ് വേണ്ടത്. അന്നേരം രണ്ടു കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ബിലിയാമിന്റെ ഉപദേശം എന്തായിരുന്നു? ടു കമ്മിറ്റ് സെക്ഷൽ ഇമ്മോറാലിറ്റി. സെക്കൻഡ് വൺ, ടു ഈറ്റ് തിങ്സ് സാക്രിഫൈസ് ടു ഐഡൽസ്. മൂന്നാമത്തേത്, അല്ലെങ്കിൽ ബിലിയാമിന്റെ വഴി എന്ന് പറയുന്നത് ദ ലവ് ഓഫ് മണി, പണത്തോടുള്ള ആർത്തി. അതായിരുന്നു അവന്റെ വഴി. രണ്ട്, സെൽഫിഷ് ഗെയിൻ, അല്ലെങ്കിൽ പൊസിഷനോടുള്ള താല്പര്യം, സ്ഥാനമാനങ്ങൾ, അല്ലെ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പിശാച് ഏത് കാലത്തും തന്ത്രങ്ങളോടാണ് ദൈവസഭയെ സമീപിക്കുന്നത്. ജനത്തിന് നേരെ പ്രയോഗിക്കുന്നത് പിശാച് തന്ത്രങ്ങളാണ്. തന്ത്രങ്ങളിലല്ലേ വേട്ടക്കാർ മൃഗങ്ങളെ പിടിക്കുന്നത്? തന്ത്രങ്ങളിലല്ലേ മീൻ പിടിക്കുന്നത്? അല്ലെ? തന്ത്രങ്ങൾ. 2 കൊരിന്ത്യർ 2:11 പൗലോസ് എന്താ പറയുന്നത്? 2 കൊരിന്ത്യർ 2:11, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാം. സാത്താന തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അന്നേരം തന്ത്രം അറിഞ്ഞില്ലെങ്കിൽ തോറ്റു. നമ്മൾ പറയും അവരെയും കൂടെ നേടാൻ വേണ്ടി, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു മുടന്തന്നായെന്നാ ഞാൻ പറയുന്നത്. അവരെ നേടാൻ വേണ്ടി നമ്മൾ അങ്ങനൊക്കെ പോകണം. പൗലോസ് അങ്ങനെ കാണിച്ചില്ലേ? പൗലോസ് അങ്ങനെ കാണിച്ചില്ലെന്ന്. നമ്മൾ പൗലോസിനെ ശരിക്കും പഠിക്കും. പൗലോസിന്റെ വിശുദ്ധിയിലും ഉപദേശത്തിൽ നിന്ന് 1% വ്യതിചലിക്കാതാണ് പൗലോസ് യഹൂദന്മാരോട് ചേർന്നതും ജാതികളോട് സഹകരിച്ചതും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ലുസ്ത്ര പട്ടണത്തിൽ മാലയുമായിട്ടൊക്കെ ആൾക്കാർ ഓടി വന്നു കഴിഞ്ഞപ്പോ, എന്നാ എന്റെ കഴുത്തേലോട്ട് ഇട്ടേരെന്ന് പറഞ്ഞോ പൗലോസ്? എന്താ പറഞ്ഞേ? അയ്യോ, ഈ വർത്തകാരികളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയാനാ പറഞ്ഞേ. ഇന്നാണെങ്കിൽ അവരെയും കൂടെ നേടാൻ നമ്മൾ 2 മാല അങ്ങോട്ട് ഇട്ടാൽ എന്നാ കുഴപ്പം? അവരുടെ ആദരവ് പിടിച്ചു പറ്റാൻ നമ്മളൊന്ന് നിന്ന് കൊടുക്കണം. കാരണം നാളെ അവരെ കിട്ടേണ്ടതാന്ന് പറയും. പൗലോസ് അവരെ പോലൊക്കെ ആയി എന്ന് പറയുമ്പോൾ തന്നെ പ്രമാണത്തിൽ നിന്ന് 1 ഇഞ്ച് വ്യതിചലിച്ചിട്ടില്ല. അത് പ്രമാണം അറിയും. പൗലോസിന്റെ പ്രമാണം നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ജാതികളോട് സഹകരിക്കില്ലെന്നല്ല, നമുക്ക് അവരോട് സഹകരിക്കാം, വർത്താനം പറയാം, അവർ നമുക്ക് വേണ്ടി നല്ല മനസ്സാക്ഷി ഉണ്ടാകുന്ന ഫുഡ് കഴിക്കാം. പക്ഷെ വ്യവസ്ഥ തെറ്റി മന്ത്രവും യാഗങ്ങൾ, അനാചാരങ്ങൾ, അങ്ങനെ ദൈവവിധമല്ലാത്ത പ്രാക്ടീസസിലൊക്കെ പെടുന്ന ആഹാരപദാർത്ഥങ്ങളോട് നിങ്ങൾ അകന്നിരിക്കണം. അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതോ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാതിരിക്കുവാണോ? നിങ്ങളൊന്നും ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ടൊന്നും കാണുന്നില്ല. എന്നാലും എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ്. മനസ്സിലാകുന്നുണ്ടോ? കണ്യൂസ് പറയുന്നോണ്ട് നമ്മൾ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇടപെടാത്ത. എനിക്ക് ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് ഇടപെടുന്ന എനിക്ക് സന്തോഷം. നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഇതൊക്കെ വളരെ പേടിച്ച് ഇന്നത്തെ സഭകളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ. അന്നേരം പെർഗമോസ് സഭയുടെ കാലത്ത്
സാത്താൻ പ്രയോഗിച്ച തന്ത്രം എന്ന് പറയുന്നത്, അവിടെ തന്ത്രമാണ് പ്രയോഗിച്ചത്, ഭരണാധികാരികളെ കൊണ്ടുള്ള പീഡനം നിർത്തിച്ചു. പകരം സഭയെ ലോകത്തിൽ അറിയപ്പെടാൻ വേണ്ടി എന്ത് ചെയ്തു? ജനസമ്മതിയുള്ള ഒരു മതമാക്കാൻ പ്ലാൻ ചെയ്തു. നമുക്കറിയാം, കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു റിലീജിയൻ ആക്കി ക്രിസ്ത്യാനിറ്റിയെ എന്ത് ചെയ്തു? പ്രൊമോട്ട് ചെയ്തു. കുസ്തന്തീനോസ് മാനസാന്തരപ്പെടുന്ന പീഡനങ്ങളൊക്കെ നിന്നത് ഒരു ആശ്വാസമാണെങ്കിലും അദ്ദേഹം അഡോപ്റ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് യേശു അപ്പോസ്തലന്മാരോ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല കുസ്തന്തീനോസ് ചക്രവർത്തി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. റോമൻ സാമ്രാജ്യം ക്രിസ്ത്യാനിത്വത്തെ രാഷ്ട്രമതമാക്കി സ്വീകരിച്ചു. ഇതിനു മുമ്പുള്ള ഭരണാധികാരികളെല്ലാം ആ മതത്തെ അമർച്ച ചെയ്യുകയായിരുന്നു. പീഡനങ്ങൾ കൊണ്ട്, വാളുകൊണ്ട്, തീയുടെ ബലം കൊണ്ട്, നാടുകടത്തൽ കൊണ്ട് ദൈവജനത്തെയും ശുശ്രൂഷകന്മാരെയും സഭയെല്ലാം മുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ കാലത്ത് പുള്ളി ഒരു ഭയങ്കര ഒരു ഡിക്ലറേഷൻ അങ്ങ് നടത്തി. ഇനിയും ക്രിസ്തീയ മതം ഈ രാജ്യത്തിന്റെ മതമാണ്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും ഭയങ്കര ദൈവപ്രവൃത്തിയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവിടെ മുതലാണ് ദൈവസഭ തലകുത്തി വീണത്. അതുവരെയും കഷ്ടങ്ങളിലൊക്കെ അവർ സ്തോത്രം പറഞ്ഞു, ദൈവത്തെ ആരാധിച്ചും സന്തോഷമായിട്ടൊക്കെ ആത്മീയമായി അവർ സമ്പന്നതയിൽ പോയെങ്കിലും കുസ്തന്തീനോസിന്റെ കാലം മുതൽ ദോശ മറിച്ചിടുന്ന പോലെ ആയിപ്പോയി. ദൈവീയ കാഴ്ചപ്പാടിൽ ഇത് നാശത്തിലേക്കുള്ള ഒരു വ്യതിയാനമായിരുന്നു. നമുക്ക് എടുത്തു പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സൂര്യദേവന്റെ ജന്മദിവസമായ ഡിസംബർ 25 ക്രിസ്മസ് ആയിട്ട് കൊണ്ടുവരുന്നു, ഈസ്റ്ററിനെ കൊണ്ടുവരുന്നു. ബാബിലോണി ആരാധനകളെല്ലാം ക്രൈസ്തവൽക്കരിച്ച് ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരുന്നു. ചുരുക്കി പറഞ്ഞാൽ ബാബിലോണിയ മതാചാരങ്ങളെല്ലാം റോമൻ ചക്രവർത്തി ക്രൈസ്തവ സഭകളിൽ കൊണ്ടുവന്നു. നമ്മുടെ സഭയ്ക്ക് അതുകൊണ്ട് ഉയർച്ചയല്ല ഉണ്ടായത്, സഭയുടെ മൂല്യച്യുതി നഷ്ടപ്പെട്ടു. മനസ്സിലായോ? ഇനി ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം, വളരെ ശ്രദ്ധിക്കണം. സഭയെ ദൈവം ലോകത്തിൽ ആക്കി വെച്ചിരിക്കുക. ലോകത്തിലാണ് ദൈവസഭയെ ആക്കി വെച്ചിരിക്കുന്നത്. എങ്കിലും ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ദൈവസഭയുടെ ഉള്ളിൽ ലോകം പ്രവേശിക്കാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു, വള്ളം പോകണമെങ്കിൽ, ബോട്ട് പോകണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. ലോകത്തിലാണ് നമ്മൾ പാർക്കുന്നത്, ഭൂമിയിലാണ് നമ്മൾ പാർക്കുന്നത്. ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ജലാശയത്തിലാണ് വള്ളവും ബോട്ടും കപ്പലും ഒക്കെ പോകുന്നത്. പക്ഷെ ഈ ബോട്ടിനകത്ത് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് കയറുകയാണെങ്കിൽ ആ യാത്ര ദുഷ്കരമാണ്. നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകം നമ്മുടെ ജീവിതത്തിലേക്ക് ദിനംതോറും സ്വാധീനിക്കുന്ന നിലയിലേക്ക് വന്നാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം അപകടത്തിലാണ്. അതുകൊണ്ടാ പാട്ടുകാരൻ പാടിയത്, ലോകമേതു യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീതരും പേരെനിക്കെന്തിനായി. നാഥനു
മുൾമുടി നൽകിയ ലോകമേ നീ വരും പേരെനിക്കെന്തിനായി. അന്നേരം ഈ ലോകം യേശുവിന് മുൾമുടി കൊടുത്തതാ. ആ ലോകം നമുക്ക് തരുന്ന പേരെന്തിനാ? അല്ലേ? അന്നേരം നോക്കണം, ഇവിടെ വെളിപ്പാട് പുസ്തകം 2-ാം 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇടപെടുന്നത് എങ്ങനെയാ സഭയോടെ? 12-ാമത്തെ വാക്യം വായിക്കാമോ? പെർഗമോസിലെ സഭയുടെ ദൂതനെ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. നോക്കണം, അന്നേരം ഓരോ സഭയ്ക്കും കർത്താവ് രംഗപ്രവേശനം ചെയ്യുന്നത് ആ സഭയുടെ സിറ്റുവേഷൻ നോക്കിയ. ഇവിടെ പെർഗമോസ് സഭയുടെ മുമ്പിൽ വെളിപ്പെടുന്ന കർത്താവ് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാള് കൊണ്ടാ വരുന്നത്. എന്താ ഈ വാളിന്റെ ഉപയോഗം? എന്താണ് ഈ വാളിന്റെ ഉപയോഗം? വെട്ടുവാൻ. മുറിക്കുക, ആ, കൊല്ലുക. ഇതിനെ ബന്ധം വേർപെടുത്താൻ അല്ലെങ്കിൽ മുറിക്കാനാണ് വാൾ ഉപയോഗിക്കുന്നത്. ടു കട്ട് ഓഫ്, വെട്ടിമാറ്റാൻ. രണ്ട് കാര്യം ഇരുവായ്ത്തലയുള്ള വാളിൽ നിന്നും നാം പഠിക്കണം. അതിലൊന്ന്, പാപത്തിൽ നിന്ന് ജനത്തെ ശസ്ത്രക്രിയ ചെയ്ത് വേർപെടുത്തി എടുക്കുന്ന ദൈവവചനത്തെയാണ് ഇരുവായ്ത്തലയുള്ള വാള് കാണിക്കുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. പാപത്തിൽ നിന്ന് ജനത്തെ ശസ്ത്രക്രിയ ചെയ്ത് വേർപെടുത്തി എടുക്കുന്ന ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് പ്രവൃത്തി 2:41 അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എബ്രായ ലേഖനം 4:12 വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ഒരു ഓപ്പറേഷൻ നടത്തും. ഏതെല്ലാം കാര്യങ്ങൾ? നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകളെ കീറി മുറിക്കും ദൈവവചനം. 2, നമ്മുടെ സ്പിരിറ്റ്, ആത്മാവിനെ തുളച്ചു ചെല്ലുന്നതാ. നമ്മുടെ പ്രാണനെയും നമ്മുടെ മജ്ജകൾ, സന്ധിമജ്ജകൾ അല്ലേ ഇംഗ്ലീഷിൽ? തോട്ട്സ്, സ്പിരിറ്റ്, സോൾ, ജോയിൻസ് ആൻഡ് മാരോ. ഇത്രയും കാര്യങ്ങൾ. നമ്മുടെ ചിന്തകളെയും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും എല്ലാം എന്ത് ചെയ്യും? തുളച്ചു ചെല്ലുന്നതാ ദൈവത്തിന്റെ വചനം. എന്നിട്ട് ദൈവത്തിന്റെ വചനം നമ്മളിൽ ക്രിയ ചെയ്യണം. ഒന്ന്, ഇരുവായ്ത്തലുള്ള വാള് നമ്മൾ വേർപെടേണ്ട രംഗങ്ങളെ കാണിക്കുന്നതാണ്. എവിടുന്ന് എങ്ങോട്ട് വേർപെടണം. 2, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഓപ്പറേഷൻ നടക്കണം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആത്മാവ്, ഭാവങ്ങൾ, സന്ധിമജ്ജകൾ, ഇതൊന്നും നമ്മുടെ ഭാവനകളെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? ചിന്തകളെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? ലോകത്തെ ഡോക്ടേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ദൈവവചനത്തിന് മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ. ലോക ഡോക്ടർക്ക് ചെയ്യാൻ കഴിയാത്ത ഓപ്പറേഷൻ തിരുവചനത്തിന് ചെയ്യാൻ കഴിയും. അതിനകത്ത് പെർഗമോസ് സഭയോട് പറയുന്നതിനകത്ത് വേറൊരു മർമ്മമുണ്ട്. റോമൻ ഭരണാധികാരികളുടെ വാളിനേക്കാൾ ദൈവജനം ഭയപ്പെടേണ്ടത് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവജനത്തെയാണ്. ജീസസ്. രണ്ടാമത്, ഈ വാള് ന്യായവിധിയെ കാണിക്കുന്നതാണ്, ന്യായവിധിയുടെ അടയാളമാണ്. അത് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ കിടപ്പുണ്ട്. 19-ാം അധ്യായം 15-ാമത്തെ വാക്യം, 21-ാമത്തെ വാക്യം.
വെളിപ്പാട് ദിവസം 19:15-21. വായിക്കാമോ? ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. ആ അവൻ ഇരുമ്പ് ഈ വാളെന്തിനാ വെട്ടാനാ? സഭയ്ക്ക് ഈ വാള് തിരുവചനമായി വെളിപ്പെടുന്നു. അവിടെ ഓപ്പറേഷൻ നടക്കണം. നമ്മുടെ ജീവിതത്തിൽ ആകാത്തതെല്ലാം വെട്ടിക്കളയണം. നീക്കം ചെയ്യേണ്ടതൊക്കെ നീക്കം ചെയ്യണം. അത് ഇന്റേണൽ ഓപ്പറേഷന് വേണ്ടി ഈ വാൾ ഉപയോഗിക്കും. എന്നാൽ പുറത്ത് അത് ന്യായവിധിയുടെ അടയാളമാണ്. പാപികളെ വെട്ടാനാ, ജാതികളെ വെട്ടാനാ, അല്ലേ? ഇനി 21 വാക്യം കൂടെ. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. ഹർമഗദോൻ യുദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യമായി പറഞ്ഞേ, ന്യായവിധി. ദൈവവചനം എന്ന വാള് വിടുതലിന് മാത്രമല്ല, അത് ന്യായവിധിക്കൂടെ ഹേതുവാകുന്ന വാളാണ്. മനസ്സിലായോ? ഞാനിപ്പോൾ ഈ ചൂണ്ടുവിരല് ചൂണ്ടി പ്രസംഗിക്കുകയാണെങ്കിൽ 3 വിരൽ എന്റെ നെഞ്ചത്തോട്ടായിരിക്കുന്നത്. എല്ലാവരും ഇരിക്കുന്ന ചൂണ്ടുവിരൽ നീട്ടിക്കേ. സത്യം, ഞാൻ പറഞ്ഞത് ശരിയാണോ? നമ്മുടെ തള്ളവിരൽ അങ്ങോട്ടായിരിക്കുന്നേ. തള്ളവിരൽ നേരെ സ്വർഗത്തിലോട്ടാ, കണ്ടോ? തള്ളവിരൽ നേരെ സ്വർഗത്തിലോട്ടും ചൂണ്ടുവിരൽ ജനത്തിന്റെ നേരെയും ബാക്കിയുള്ള 3 വിരൽ നമ്മുടെ ചങ്കിന് നേരെയാ. മനസ്സിലായോ? പിന്നെ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ചൂണ്ടുന്ന വിരലിനേക്കാൾ കൂടുതൽ നമ്മളോടാണ് ആ വചനം സംസാരിക്കുന്നത്. എത്രയോ പ്രാവശ്യം ഞാൻ പ്രസംഗിക്കുമ്പോൾ ദൈവാത്മാവ് ആ ദൂതിൽ കൂടെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അല്ലേ? സുസിസ്റ്റർ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ദൈവം നമ്മളോട് സംസാരിക്കും. ഇവിടെ കർത്താവ് മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാളുമായി പെർഗമോസ് സഭയ്ക്ക് വെളിപ്പെട്ടതിന്റെ കാരണം, പെർഗമോസ് സഭ വിജാതീയ ഉപദേശങ്ങളുമായി സന്ധിയിൽ തുടരുകയും ചക്രവർത്തി ആരാധനയ്ക്ക് ചേരുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മൂർച്ചയേറിയ വാള്, ദൈവത്തിന്റെ മൂർച്ചയേറിയ വാള് അവളുടെ മേൽ വീഴുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, ക്രിസ്ത്യ വിശ്വാസം ത്യജിച്ച് ജാതി ആരാധനയെ ആലിംഗനം ചെയ്യുന്ന ഏതു സഭയ്ക്കും ന്യായവിധിയുണ്ട്. വചനത്തിന്റെ പ്രസക്തി പല കൂട്ടായ്മകളിൽ ഇന്ന് ഇല്ല. കാരണം വചനം അറിയത്തില്ല. ഇന്ന് എല്ലാവർക്കും വേണ്ടുന്നത് പാട്ടാണ്. പാട്ടും ആരാധന. വചനമില്ല. നിങ്ങളൊരു വീട്ടിൽ സദ്യ കഴിക്കാൻ വന്ന് അവിടെ ചോറില്ല, ബാക്കി എല്ലാ വിഭവങ്ങളും ഉണ്ട്, തൃപ്തിപ്പെടുവോ? ഇല്ല. വചനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് സംഭവമാണ്. മനസ്സിലായോ? അന്നേരം ദൈവം നമുക്ക് തന്ന ആ വിശ്വാസം നമ്മൾ ത്യജിക്കല്ലേ. ത്യജിച്ചാൽ ന്യായവിധി ഉണ്ടാകുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇവിടെ പെർഗമോസ് സഭയോട് എന്നാ പറഞ്ഞത്? നീ സാത്താന്റെ സിംഹാസനമുള്ളിടത്ത് പാർക്കുന്നു. ഈ സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് പാർക്കുന്നെങ്കിലും
അവിടെ കുറച്ചുപേര് വിജയിച്ചവരാ. എല്ലാവരെയും ഒരുപോലെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. സ്തോത്രം. അവർ വിജയിക്കാൻ കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് പാർക്കുന്ന പെർഗമോസ് സഭ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തെ വിഷയം, യു ഹോൾഡ് ഫാസ്റ്റ് മൈ നെയിം, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. മനസ്സിലായോ? നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അത് സാത്താന്റെ സിംഹാസനമാണെങ്കിലും ദൈവമക്കൾ മുറുകെ പിടിച്ചിരിക്കുന്നത് ആരുടെ നാമമാ? യേശുക്രിസ്തുവിന്റെ നാമമാ. സൗഖ്യദേവന്റെ നാമമോ സിയൂസിന്റെ നാമമോ അഥേരയുടെ നാമമോ ഒന്നുമല്ല. നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്നൊരു നാമമുണ്ട്. അത് ജാതിക സിംഹാസനങ്ങളെക്കാൾ അതീതമാണ്. അവൻ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവമാണ്. രണ്ടാമത്, ഈ സഭ വിജയിക്കാനുള്ള രണ്ടാമത്തെ കാരണം, എല്ലാവരുടെയും കാര്യമല്ല, അതിനകത്ത് ന്യൂനപക്ഷമുണ്ട്. യു ഹാവ് നോട്ട് ഡിനൈഡ് മൈ ഫെയ്ത്ത്, നീ എന്റെ വിശ്വാസം ഡിനൈ ചെയ്തില്ല. മനസ്സിലായോ? ദ നെയിം ഓഫ് ജീസസ് ആൻഡ് ദ ഫെയ്ത്ത് ഇൻ ജീസസ്, യേശുവിന്റെ നാമവും യേശുവിനുള്ള വിശ്വാസവും പെർഗമോസ് സഭയിലെ ചില ദൈവമക്കൾ തള്ളിക്കളഞ്ഞില്ല, നിരാകരിച്ചില്ല. അവരുടെ വിശ്വാസമൊക്കെ ഇച്ചിരി ഭയങ്കര വലിയ വിശ്വാസമൊക്കെ ഉള്ളവരായിരുന്നു. എന്നിട്ട് അവിടെ എടുത്തു പറയുകയാണ്, അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും വിശ്വാസം നിഷേധിച്ചില്ല. ആന്റിപ്പാസ് വാസ് എ ബിഷപ്പ് ഓഫ് പെർഗമോസ് ചർച്ച്. പെർഗമോസ് സഭയിലെ അധ്യക്ഷനായിരുന്നു അന്തിപ്പാസ്. മത തീവ്രവാദികൾ, റോമൻ ഭരണാധികാരികൾ പെർഗമോസ് സഭയുടെ അധ്യക്ഷനെ കൊന്നുകളഞ്ഞു. ആ സമയത്തും അവിടുള്ള ദൈവമക്കൾ ഉറപ്പോടെ നിൽക്കുവാനിടയായി തീർന്നു. ചരിത്രം പറയുന്നത് ആന്തിപ്പാസ് വാസ് ഓർഡൈൻഡ് ബൈ അപ്പോസ്റ്റൽ ജോൺ. യോഹന്നാൻ അപ്പോസ്റ്റലനാണ് അന്തിപ്പാസിനെ ഓർഡിനേഷൻ കൊടുത്തതെന്നാണ് ചരിത്രം പറയുന്നത്. He was martyred by Nero, the king of Rome. റോമൻ ചക്രവർത്തിയാൽ ഈ അന്തിപ്പാസ് കൊല ചെയ്യപ്പെടുവാൻ തക്കവണ്ണം ആയിത്തീർന്നു. കാളയുടെ രൂപത്തിലുള്ള ഒരു താമ്ര യാഗപീഠം പണിത് അതിൽ കിടത്തി കത്തിച്ച് കൊന്നുകളഞ്ഞു അന്തിപ്പാസിനെ. അങ്ങനെ വലിയ പീഡയൊക്കെ വന്നപ്പം സാറേ ഒന്നുകൂടെ പറയാമോ? കാളയുടെ രൂപത്തിലുള്ള ബ്രാസൻ ആൾട്ടർ എന്ന താമ്രയാഗപീഠം റോമൻ ഭരണകൂടം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അന്തിപ്പാസിനെ കിടത്തി കത്തിച്ച് കൊന്നുകളഞ്ഞു. ഇത്ര വലിയ പീഡനം വന്നിട്ടും സാത്താൻ പാർക്കുന്നിടത്ത് സഭ സാക്ഷ്യം നിലനിർത്തി. സാക്ഷികളുടെ സമൂഹം നമുക്ക് വലിയ പ്രചോദനമാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ച നിന്ദകൾ, കഷ്ടങ്ങൾ, പീഡനങ്ങൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്കൊരു പ്രചോദനമാണ്.
പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് നമ്മുടെ സമകാലികർ മാത്രമല്ല, നമുക്ക് മുമ്പേ പരിശോധനകളിൽ കൂടെ നിത്യത്തിൽ പ്രവേശിച്ച വിശുദ്ധന്മാരെ നമ്മൾ ഓർക്കുമ്പോൾ, പൗലോസിനെ ഓർക്കുമ്പോൾ, പത്രോസിനെ ഓർക്കുമ്പോൾ, യോഹന്നാനെ ഓർക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക പ്രചോദനം കിട്ടും ഇതിനെല്ലാം അതിജീവിക്കാൻ, അല്ലേ? നമ്മൾ പാടുമല്ലോ, സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്ന ആയിരങ്ങൾ ആകയാലെ ഞാൻ പാപവും ഭാരവും വിട്ട് ഞാൻ ഓടിയിടും. വിശ്വാസ ഗോളത്തിൽ ജയിച്ച വിശുദ്ധന്മാരെ നമ്മൾ ഓർക്കുമ്പോൾ, തോറ്റവരെ ഓർത്താൽ നമ്മൾ താഴ്പോകും. ജയിച്ച വിശുദ്ധന്മാരെ ഓർക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് തന്നെ ഓടാനുള്ള വേഗത കൂടിക്കൊണ്ടിരിക്കും. ഞാൻ മുമ്പ് ഓർപ്പിച്ച പോലെ സിയൂസ് എന്ന ദേവനെ പെർഗമോസിലെ ജനങ്ങൾ 40 അടി ഉയരത്തിലുള്ള ഒരു ബലിപീഠം പണിതിരുന്നു. ദൂരെ നിന്ന് നോക്കിയാൽ അതൊരു സിംഹാസനമാണെന്ന് തോന്നും. അങ്ങനെ മുഴുവൻ ജാതി ആചാരങ്ങൾ അവൾ പട്ടണത്തിലുണ്ടായിരുന്നു. അതിന്റെ നടുവിലാണ് ഒരു സഭ ഉണ്ടായത്. ഇടയ്ക്കൊരു ഒരു ആത്മീയ സന്ദേശം പറയാം. ഒരു കൂടിവരവ് ഉണ്ടാകണമെങ്കിൽ എന്ത് കഷ്ടപ്പെട്ടാൽ ഒരു കൂടിവരവ് ഉണ്ടാകുന്നത്. എന്തുമാത്രം നമ്മുടെ ആരോഗ്യം ചെലവഴിക്കണം, നമ്മുടെ പണം ചെലവഴിക്കണം, നമ്മുടെ സമയം ചെലവഴിക്കണം, എത്ര പേരെ കോണ്ടാക്ട് ചെയ്യണം, ഒരാളോട് എത്ര പ്രാവശ്യം മാറി മാറി വചനം പറയണം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു കൂട്ടായ്മ ഉണ്ടായി വരുന്നത്. കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്, പൊളിച്ചു കളയാനും വളരെ എളുപ്പമാണ്, നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏത് ആത്മീയ കൂട്ടായ്മയുടെ വളർച്ച കാണുമ്പോഴും നമ്മളൊരു സ്തോത്രം പറഞ്ഞോണം, അതിൽ സന്തോഷിച്ചോണം. സ്തോത്രം. ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. ഈ പെർഗമോസിലെ വിശ്വാസികളെ സംബന്ധിച്ച് അവർ എവിടെ പാർത്തു എന്നതിനേക്കാൾ ഉപരി അവർ ആരായിട്ട് അവിടെ നിലനിന്നു എന്നുള്ളതാണ് പ്രസക്തം. ബാബിലോണിൽ ഇഷ്ടം പോലെ ജീവിക്കാം, ദാനിയേൽ അവിടെ ആരായിട്ട് നിലനിന്നു? പൊത്തിഫേറിന്റെ വീട്ടിൽ യോസേപ്പിന് എങ്ങനെയും ജീവിക്കാം, പക്ഷേ യോസേപ്പ് അവിടെ എങ്ങനെ നിലനിന്നു? ഈ ലോകത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, പക്ഷെ നമ്മൾ ആരായിട്ട് ജീവിക്കുന്നു, അതാണ് പ്രസക്തി. നമ്മുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാമോ, ഞാൻ ഒരു ദൈവ പൈതലാണ് പറഞ്ഞാട്ടെ. ഇടയ്ക്കിടയ്ക്ക് നെഞ്ചത്ത് കൈവച്ച് പറയണം, ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്, ഞാനൊരു ദൈവത്തിന്റെ പൈതലാണ്. സ്തോത്രം. വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട അന്തിപ്പാസ് മരിച്ച വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാനല്ല കർത്താവ് പറയുന്നത്. അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നിങ്കലുള്ള വിശ്വാസം, അല്ലെങ്കിൽ കർത്താവിലുള്ള വിശ്വാസം അവർ ത്യജിച്ചില്ല. അങ്ങനെ അവിടെ എഴുതിക്കുന്നേ. മരിച്ച വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാനല്ല കർത്താവ് പറയുന്നത്, അവരുടെ വിശ്വാസത്തെ മാതൃകയാക്കാനാ പറയുന്നത്. മനസ്സിലായോ? എബ്രായർ 13:7 വളരെ വ്യക്തമാണ്. എബ്രായർ 13:7 വായിക്കാം.
നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. നിങ്ങളോട് വചനം പ്രസംഗിച്ച് നടത്തിയവരോട് നിങ്ങൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കണം, നേർച്ച ഇടണം. ഇങ്ങനെ വല്ലതും പറഞ്ഞോ? നമ്മളോട് ദൈവവചനം പ്രസംഗിച്ച, അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരോട് ദൈവവചനം പ്രസംഗിച്ച പിതാക്കന്മാരോട് പ്രാർത്ഥിക്കാൻ പൗലോസ് പറയുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ 100% പറഞ്ഞേനമായിരുന്നു. നിങ്ങളെ വിട്ടു കടന്നുപോയ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീരെന്ന് വേണേ പറഞ്ഞേനമായിരുന്നു. അതെ. അവരുടെ വിശ്വാസത്തെ അനുകരിക്കാനാ പറഞ്ഞത്. അവരുടെ വിശ്വാസത്തെ അനുകരിക്കാനാ പറഞ്ഞത്, അല്ലേ? അതെ. അവിടെ പെർഗമോസ് പട്ടണത്തിൽ കർത്താവിന്റെ നാമം മുറുകെ പിടിക്കുന്നവരുണ്ടായിരുന്നു. യോഹന്നാൻ 1:12 എന്താ വായിക്കുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. നാമം മുറുകെ പിടിക്കുക. ഈ മതഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ, മതഭക്തിയുണ്ട്, ക്രിസ്തു ഭക്തിയുണ്ട്. ഈ മതഭക്തി എന്ന് പറയുന്നത് മതനിയമങ്ങൾ, കർമ്മങ്ങൾ, ഇവയൊക്കെ ഫോളോ ചെയ്താൽ മതി. മത അധ്യക്ഷന്മാര് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. ശ്രദ്ധിച്ചു, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ വ്യക്തിപരമായി ക്രിസ്തുവിൽ വിശ്വസിക്കണം, ക്രിസ്തുവിനെ കൈക്കൊണ്ട് ജീവിക്കണം. നമ്മൾ മതഭക്തന്മാരല്ല, ക്രിസ്തു ഭക്തന്മാരാണ്. ലോകത്തിൽ ഒരുപാട് ക്രൈസ്തവർ മതഭക്തന്മാരാണ്. എന്നാൽ നമ്മൾ ക്രിസ്തുവിനെ കൈക്കൊണ്ട് വ്യക്തിപരമായി ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. അടുത്തത് വിശ്വാസം നിഷേധിക്കാത്തവരാണ്. പെർഗമോസ് സഭയിൽ കുറെ ആളുകൾ വിശ്വാസം നിഷേധിക്കാത്ത ദൈവമക്കൾ ഉണ്ടായിരുന്നു. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഫെയ്ത്ത് എന്നുള്ള പദമാണല്ലോ വിശ്വാസം. ഫെയ്ത്ത് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞ് FITH. FAITH. അതിനൊരു ഡെഫിനിഷൻ നിങ്ങൾക്ക് ഞാൻ തരാം. എഫ് എന്നുള്ള പദം ഫോർസേക്കിംഗ്, എ എന്നുള്ള ആ വേർഡ്, ആ ലെറ്റർ ഓൾ, ഐ എന്നുള്ള ലെറ്റർ ഐ തന്നെ, ടി എന്നുള്ള ലെറ്റർ ടേക്ക്, എച്ച് എന്നുള്ള ലെറ്റർ ഹിം. ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ഫോർസേക്കിംഗ് ഓൾ ഐ ടേക്ക് ഹിം എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ ഉപേക്ഷിച്ച് എന്റെ യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു, എല്ലാം ഞാൻ വിട്ടുകളഞ്ഞിട്ട് എന്റെ യേശുവിനെ ഞാൻ കൈക്കൊള്ളുന്നു. യഹൂദ ചിന്തയിൽ വിശ്വാസം എന്നത് വചനത്തോട് കാണിക്കുന്ന വിശ്വസ്തത എന്ന ആശയമാണ്. Faith is a weapon as far as we are concerned. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നൊരു ആയുധമാണ്. രണ്ട്, വിശ്വാസം എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണ്. 1 കൊരിന്ത്യർ 12:9 ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 12:9.
ഉം. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം. അന്നേരം ഫെയ്ത്ത് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ വരമാണ്, ദാനമാണ് വിശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം. അന്നേരം വിശ്വാസത്തെ ഒരു ആയുധമായി നമ്മൾ കാണണം. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോവാ എന്ന് പറഞ്ഞാൽ നടക്കും. തികമുള്ള ഒരു വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വരമാണ്. എല്ലാവർക്കും അത് ഉണ്ടാകണമെന്നില്ല. എല്ലാവരും പ്രാർത്ഥിച്ചാൽ സൗഖ്യം നടക്കത്തില്ല. എല്ലാവർക്കും പിന്നെ വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയത്തില്ല. അത് ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാനൊരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഷോർട്ട് ബ്രേക്ക് തരികയാണ്. അതിനുശേഷം നമുക്ക് സൂം ലൈവ് ടൂമിൽ വരാം. ഷോർട്ട് ബ്രേക്ക്. ഈ പെർഗമോസ് സഭയിൽ 2 വിധത്തിലുള്ള ദുരുപദേശം കയറിക്കൂടി. ഒന്ന്, ബിലെയാമിന്റെ ഉപദേശം. ഞാൻ അതിനെക്കുറിച്ച് വിവരിച്ചു. ബിലെയാമിന്റെ ഉപദേശം എന്നാ? വിഗ്രഹാർപ്പിതം തിന്നുന്നതിന് കുഴപ്പമില്ല, ദുർനടപ്പ് ആചരിക്കുന്നതിനും കുഴപ്പമില്ല. അതാണ് പുള്ളിയുടെ ഉപദേശം. എന്ത് തെറ്റ് ചെയ്താലും ഹൃദയമല്ലയോ ദൈവം നോക്കുന്നതെന്ന് പറഞ്ഞാൽ വിടും. അത് കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. രണ്ടാമത്തേത് നിക്കോലാവരുടെ ഉപദേശം. നിക്കോലാവരെ കുറിച്ച് നമ്മള് എഫെസോസ് സഭയുടെ ദൂതിൽ പഠിച്ചതാണ്. ഈ നിക്കോ എന്ന് പറഞ്ഞാൽ അടിമപ്പെടുത്തുക എന്നാ, കീഴ്പ്പെടുത്തുക. ലാവോസ് എന്ന് പറഞ്ഞ ജനങ്ങൾ, ജനത്തെ അമർച്ച ചെയ്യുന്നവർ, ജനത്തെ അടിമപ്പെടുത്തുന്നവര്. അന്നേരം സത്യനിഷേധികൾ ജനത്തെ അമർച്ച ചെയ്ത് ഭരിക്കുന്ന ഒരു സംവിധാനം. അത് എഫെസോസ് സഭയിൽ ഉടലെടുത്തെങ്കിലും അവിടെ കുറച്ച് നല്ല സ്ട്രോങ് ദൈവമക്കളായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. അതുകൊണ്ട് അത് അത്ര വ്യാപിച്ചില്ല, അവിടെ ഒതുങ്ങിക്കിടന്നു. എന്നാൽ പെർഗമോസ് സഭയുടെ കാലം വന്നപ്പോഴത്തേന് അന്ന് എഫെസോസ് സഭയിൽ ഉണ്ടായ ഇതേ സംഭവം പെർഗമോസ് സഭയുടെ കാലത്ത് ഒരു ഉപദേശമായി മാറ്റി. ജനം പറഞ്ഞോളൂ, കേട്ടോണം, പറയുന്ന പോലെ. ജനത്തെ കീഴ്പ്പെടുത്തി ഭരിക്കുക. ഇന്ന് പല സമുദായ നേതാക്കന്മാരൊക്കെ അവർ പറയുന്നത് മാത്രമേ കേൾക്കാനൊക്കത്തുള്ളൂ. തിരുവായ്ക്ക് എതിർവായില്ലെന്ന് പറഞ്ഞ് ചോദിക്കാൻ പറ്റത്തില്ല. തിരുമേനി കൽപ്പന പുറപ്പെടുവിച്ചാൽ അതെന്താണെന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അന്നേരം എഫെസോസിൽ നിക്കോലാവരുടെ ഉപദേശം തെറ്റായ നടപടി ആയിരുന്നെങ്കിൽ പെർഗമോസ് കാലം വന്നപ്പോൾ അത് സഭയുടെ ഉപദേശമായി മാറി. ഇനി 16-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2:16. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. മതി. അന്നേരം ബിലെയാമിന്റെ ഉപദേശത്തിൽ നിന്നും നിക്കോലോവരുടെ ഉപദേശത്തിൽ നിന്നും സഭ മാനസാന്തരപ്പെടണം. എക്കാലത്തും, അത് പഴയ നിയമമാണെങ്കിലും പുതിയ നിയമ കാലഘട്ടമാണെങ്കിലും, ദൈവത്തിന് തന്നെ ജനത്തോട് പറയാനുള്ള സന്ദേശം എന്നാന്നറിയാം? റിപ്പന്റ്, 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 ടേൺ ടു ദ ലോർഡ്, റിട്ടേൺ ടു ദ ലോർഡ്. അതാണ് ദൈവത്തിന് പറയാനുള്ളത്. ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ്. ഇതൊരു കൽപ്പനയാണ്, അല്ലേ? കൽപ്പനയല്ലേ? അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. വാക്യം എടുത്തേ, അത് വായിച്ചത്. ഇത് കൽപ്പനയാണോ അല്ലയോ ഒന്നുകൂടെ നോക്കിക്കേ. പരസ്യത്തിനൊക്കെ പ്രസംഗിക്കുന്നവര്
അപ്പോസ്തലർ 10:17 അധ്യായത്തിൽ വളറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. അതെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് എന്നാ ലാൽ അസൈൻമെന്റ്. ആ, കണ്ടോ? ഇപ്പോൾ എല്ലായിടത്തും ആ എല്ലാവരും മാനസാന്തരപ്പെടുമെന്ന് ആ മനുഷ്യരോട് കൽപ്പിച്ചു അന്നേരം മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്തുവാ? തന്നെ. കൽപ്പനയാ. ആരുടെ കൽപ്പന? എത്ര ദൈവത്തിന്റെ എത്രാമത്തെ കൽപ്പന. വാക്യം? ദൈവത്തിന്റെ എത്രാമത്തെ കൽപ്പന. വാക്യ? ആ എത്ര വാക്യം ചോദിക്കുന്നുണ്ട്? 17:30. ആ 17:30 അത് തന്നെ. 17:30. ഓക്കെ ഓക്കെ. അന്നേരം മാനസാന്തരപ്പെടുക. ഞാൻ ഒരു ചെറിയൊരു സംഭവം പറഞ്ഞുതരാം. നമ്മൾ പലപ്പോഴും തെറ്റ് ചെയ്യുന്നവരൊന്നുമല്ല. നമ്മൾ വിശ്വാസത്തിലൊക്കെ ജീവിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ തെറ്റുകളിലൊന്നും പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. നമ്മൾ തെറ്റ് ചെയ്യുന്നവരല്ല പൊതുവെ. എന്നാ ഞാൻ വിശ്വസിക്കുന്നത്, എന്റെ വിശ്വാസം കേട്ടോ. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഈ തെറ്റ് ചെയ്യുന്നവരോട് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു അനുകൂല നിലപാട് നമ്മൾ എടുത്താൽ അതും പാവമാണ്. പറഞ്ഞ മനസ്സിലായോ? ചില ആളുകളൊക്കെ തെറ്റ് ചെയ്യുമ്പോഴോ പിന്നെ നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിലും അവനെ ന്യായീകരിച്ച് പറയുക, ഓ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങ് സോപ്പിട്ട് വിട്ടാലും അതിനകത്ത് ഒരു തെറ്റ് കിടപ്പുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനസാന്തരം വേണമെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വിശ്വാസ ത്യാഗം നമുക്കുണ്ടാകാൻ പാടില്ല. വാൾ യേശുവിന്റെ കയ്യിലായിരിക്കുന്നത്. വിശ്വാസ ത്യാഗികളെ ദൈവം ന്യായം വിധിക്കും. അപ്പോൾ തന്നെ ജയിക്കുന്നവർക്ക് പ്രതിഫലവും കൊടുക്കാൻ ദൈവം തയ്യാറായിരിക്കുക. വിശ്വാസികളെ ന്യായം വിധിക്കുന്ന ദൈവം ജയിക്കുന്ന വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നവൻ കൂടാണ്. എന്തൊക്കെ പ്രതിഫലമാണ് കൊടുക്കുന്നത്? 17 വാക്യത്തിലുണ്ട്. ഒരു 3 പ്രതിഫലം തരുന്നുണ്ട്. ഓരോ സഭകൾക്കും ഓരോരോ പ്രതിഫലമാണ് കൊടുക്കുന്നത്. പെർഗമോസ് സഭയുടെ പ്രതിഫലം നോക്കിയേ, 17 വാക്യം. ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് ജയിക്കുന്നവനെ വെള്ളക്കല്ലും മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ഞാൻ അവന് വെള്ളക്കല്ല് കൊടുക്കും. ആരും അറിയാത്തതും ആ അതിന്മേൽ ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. അത് എത്ര എന്തൊക്കെ പ്രതിഫലമാ ഒന്ന് പറഞ്ഞേ. മന്ന കിട്ടും, വെള്ളക്കല്ല് കിട്ടും, ആ വെള്ളക്കല്ലിന്മേൽ പുതിയ പേര് കിട്ടും. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഈ മന്ന എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. നമ്മൾ ഈ KFC മാക്ഡൊണാൾഡ്സും ഒക്കെ കഴിക്കുന്ന പോലൊന്നും അല്ല ഈ മന്ന. ഇത് ഭയങ്കര സംഭവമാണ്. അല്ലെങ്കിൽ ഞാൻ ജയിക്കുന്നതിന് KFC കൊടുക്കുമെന്ന് കഥ എഴുതിയനുമായിരുന്നു. അങ്ങനല്ല പറഞ്ഞത് അല്ലേ? ജയിക്കുന്നതിന് എന്ത് കൊടുക്കും? മറഞ്ഞിരിക്കുന്ന മന്ന. ഇസ്രായേൽ മക്കൾക്ക് 40 വർഷം ദൈവം കൊടുത്ത ആഹാരമാണ് മന്ന. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ മന്നയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. അറിയാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കുക, എഴുതി വെക്കുക. പുറപ്പാട് പുസ്തകം 16 അധ്യായം 31, 32 വാക്യങ്ങൾ എടുക്കുക. പുറപ്പാട് 16 31, 32 വാക്യങ്ങൾ. വായിക്കാം. ഇസ്രായേല്യർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളതുമായിരുന്നു. ആമേൻ. അന്നേരം അത്
മഞ്ഞിനോടുകൂടെ വീണ് കൊത്തമ്പാലരി പോലെ തേൻ കൂട്ടിയ ദോശ പോലായിരുന്നു ഈ മന്ന. ആഹാരമില്ലാതിരുന്ന ഇസ്രായേൽ ജനം നേരം വെളുത്ത് കൂടാരത്തിന്റെ വാതിൽക്കൽ നോക്കിയപ്പോ മഞ്ഞിൽ പൊതിഞ്ഞ് എന്തോ സംഭവം വീണ് കിടപ്പുണ്ട്. ആർക്കും ഒരു പിടി കിട്ടിയില്ല. ഒരു കർത്താവിന്റെ ദാസൻ മന്ന എന്ന് പേര് വന്നത് എങ്ങനെയാന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ചാക്കോമിസ്കറിയ പഠിപ്പിച്ചപ്പോൾ ആരുണ്ട്? സൂസൻ മേരി സിസ്റ്റർ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? ചാക്കോമിസ്കറിയ സാറ്, നമ്മുടെ ചാക്കോ സാറ് ഈ പി ജോൺ ഭാഷ പഠിപ്പിച്ചിട്ടുണ്ടോ? പുള്ളി ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, മലയാളം മീഡിയത്തിൽ പഠിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല. സർവേ ഉണ്ടായിരുന്നു. OT സർവേ ഉണ്ടായിരുന്നു. അന്നേരം മന്ന കണ്ടു. അന്നേരം അവർക്കൊരു പിടിയില്ല ഇതെന്നാ സംഭവം. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്നാ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചപ്പോ മന്ന എന്ന് പേരിട്ടെന്നാ. ഇതെന്നാ മന്ന എന്ന് പേരിട്ടു. ബൈബിൾ ഇല്ല കേട്ടോ. അങ്ങനെ പരീക്ഷയ്ക്ക് വരുമ്പോ സൈബൻ ഭാഷ അങ്ങനെ പഠിപ്പിച്ചു. മന്ന എന്ന് പറഞ്ഞാൽ അതെന്നാ അങ്ങനെ മന്നയ്ക്ക് പേര് വന്നു. അങ്ങനെയല്ല കേട്ടോ. സാറ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ചിലർക്ക് ഇങ്ങനെ കട്ടി മസിലൊക്കെ പിടിച്ചിരിക്കുന്നു, ദേഷ്യത്തിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തോന്നിയപ്പോ നിങ്ങൾക്ക് റിലാക്സ് കിട്ടാ പറഞ്ഞതേ. ഓക്കെ. അന്നേരം അത് മഞ്ഞിനോടുകൂടെ വീണ്. എന്തുകൊണ്ടാണ് ഈ മഞ്ഞിനോടുകൂടെ വീണെന്നറിയാം? സ്തോത്രം. പഴയ കാലത്ത് ഫ്രിഡ്ജൊന്നും കേട് വരാതിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. അത് കൊത്തമ്പാലരി പോലെ. കൊത്തമ്പാലരി എന്ന് പറഞ്ഞാൽ എന്തുവാ? മല്ലി. മല്ലി. ഓർത്തോണം, മല്ലി. ഇന്നത്തെ പിള്ളേർ മല്ലിപ്പൊടി മാത്രമേ കണ്ടിട്ടുള്ളൂ, മല്ലിയൊന്നും കണ്ടിട്ടുള്ളൂ. എല്ലാം പൗഡറാ. ചില്ലി പൗഡറ്, ടെർമറിക് പൗഡറ്, മൊത്തം പൗഡറാ. ഈ ഒറിജിനൽ സാധനമൊക്കെ പിള്ളേരെയൊക്കെ കാണിക്കണം കേട്ടോ, ഭാവി മറന്നു പോകാതിരിക്കാൻ മല്ലി എന്താന്നൊക്കെ. നമ്മുടെ നാട്ടില് ഇവിടൊക്കെ വളരെ പുറത്തൊക്കെ വളരെ പിള്ളേർക്ക് ചേമ്പും ചേനയും കാച്ചിലും എല്ലാം ഒന്നീ കാച്ചിലാണ്, അല്ലെ ചേമ്പാണ്. തിരിച്ചു ഒന്നും അറിയത്തില്ല, എല്ലാം ഒറ്റ പേരേ ഉള്ളൂ. രണ്ടാമത് ഈ മന്നയുടെ മറ്റൊരു പ്രത്യേകത, ഇത് ശക്തന്മാരുടെ ഭോജനമാണ്. 78-ാം സങ്കീർത്തനം 24-25 വാക്യങ്ങൾ വായിക്കാം. 78-ാം സങ്കീർത്തനം 24-25 വാക്യങ്ങൾ. അവർക്ക് തിന്മാൻ മഞ്ഞ വർഷിപ്പിച്ചു, സ്വർഗീയ ദാനം അവർക്ക് കൊടുത്തു. മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു. മനുഷ്യൻ ശക്തിമാന്മാരുടെ അപ്പം തിന്നു. Praise the Lord. ദൂതന്മാരുടെ ആഹാരം ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തു, ശക്തിമാന്മാരുടെ ആഹാരം. അതുകൊണ്ടല്ലേ ആ ആഹാരം കഴിച്ചതിന്റെ, ആ മന്ന കഴിച്ചതിന്റെ പ്രത്യേകത എന്നറിയാമോ? അവരിൽ ഒരു ബലഹീനനും ഉണ്ടായില്ല. മരുഭൂമിയിൽ പലരും പട്ടുപോകാൻ കാരണം അവരുടെ അനുസരണക്കേടും അവരുടെ പിറുപിറുപ്പും അവരുടെ മത്സരം കൊണ്ടാ പട്ടുപോയത്. ദൈവം ചെയ്തതല്ല, അവരുടെ കുഴപ്പം കൊണ്ടാ. നേരം മനസ്സിലായോ? ശക്തിമാന്മാരുടെ ആഹാരം. ഈ ആഹാരം കഴിച്ചതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ആഹാരം കഴിച്ചിട്ട് ഏത് ഷർട്ട് ഇട്ടാലും, ഏത് ഡ്രസ് ഇട്ടാലും, ഏത് ചെരുപ്പിട്ടാലും അതെന്നും പുതിയതുപോലെ ഇരിക്കും. അവരുടെ വസ്ത്രം പഴകിപ്പോയില്ല, ചെരുപ്പ് തേഞ്ഞു പോയില്ല. വളരുന്നതനുസരിച്ച് ഈ സംഭവം കൊണ്ട് എന്ത് ചെയ്യും? അന്നേരം ഇന്റേണൽ എനർജി ആൻഡ് എക്സ്റ്റേണൽ എനർജി കിട്ടും. ഇന്റേണൽ ഗ്രോത്തും എക്സ്റ്റേണൽ ഗ്രോത്തും കിട്ടും. മെറ്റീരിയൽ തിങ്സ് പോലും എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും, എൻലാർജ് ചെയ്യുവാനിടയായി തീരും. ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അന്നേരം അത് ശക്തിമാന്മാരുടെ ആഹാരമാണ്. ഇനിയും പുറപ്പാട് ദിവസം 16-ാം അധ്യായം 32 മുതൽ 34 വരെ ഒന്ന് വായിച്ചേ. അതുകൂടെ ഒന്ന് പഠിച്ചിട്ട് വേഗം വരാം. പുറപ്പാട് ദിവസം 16-ാം അധ്യായം
32 മുതൽ 34 വരെ. പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന കാര്യമാവിത്: ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണമെന്ന് പറഞ്ഞു. അഹരോനോട് മോശ ഒരു പാത്രമെടുത്ത് അതിൽ ഒരിടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. സാക്ഷ്യപ്പെട്ടകത്തിനകത്ത്, നിയമപ്പെട്ടകത്തിനകത്ത് ഈ മന്ന വെക്കണം. എന്തിനു വേണ്ടിയാ? ഇസ്രായേൽ മക്കളുടെ തലമുറകൾ, അവരൊന്നും മരുഭൂമി കിടക്കാനുള്ളവരല്ല, അവർ കനാൻ നാട്ടിൽ പോകേണ്ടതാ. എന്നിട്ട് മരുഭൂമിയിൽ അവരെന്നോ ഭക്ഷിച്ചു എന്ന് ചോദിക്കുമ്പോൾ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കാൻ ഇടങ്ങഴി മന്ന, നിയമപ്പെട്ടകത്തിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കണം. അതിനകത്തുനിന്നൊരു ആത്മീയ സന്ദേശം ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. ഈ മരുഭൂമിയിൽ പറക്കിയെടുക്കുന്ന മന്ന അത് പിറ്റേ ദിവസത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ ഒക്കത്തില്ല, അത് ചീഞ്ഞു പോവും. ശബത്തിന്റെ തലേ ദിവസം മാത്രം എടുക്കുന്ന മന്ന മാത്രമേ ഉള്ളൂ ചെയ്യാതെ നിൽക്കുന്നത്. ദൈവത്തിന് പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതിനകത്ത് ഇടപെടലുണ്ട്. എന്നാൽ നിയമപ്പെട്ടകത്തിനകത്ത് വർഷങ്ങൾ ഇരിക്കുന്ന ഈ മന്ന അത് ചീഞ്ഞു പോകുന്നില്ല. സ്തോത്രം. അത് മറഞ്ഞിരിക്കുന്ന സംഭവമാണ്. ഇന്ന് ഈ രാത്രി വേളയിൽ, ഈ സന്ധ്യാവേളയിൽ എനിക്ക് പറയാനുള്ളത്, നിയമപ്പെട്ടകത്തിനകത്ത് എന്ത് വന്നാലും, സ്തോത്രം, അവിടെ നിർജീവത്വമില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ അവിടെ പരാജയമില്ല, അവിടെ പുഴുവരിക്കത്തില്ല. ഇന്ന് ഈ വൈകവേളയിൽ, സ്തോത്രം, നമുക്ക് വേണ്ടി അല്ല, ഇവിടെ വായിക്കുന്ന തലമുറകൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, അടുത്ത ജനറേഷന് വേണ്ടി ദൈവം ചില പ്രതിഫലങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ ദൈവം സമ്മതിക്കും. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ചെയ്യാൻ ദൈവം സമ്മതിക്കുകയില്ല. അത് മുടങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. അത് തീർന്നു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. സ്തോത്രം. നിങ്ങൾ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ തലമുറകളും ആ നന്മ കാണുമെന്ന് വിശ്വസിച്ചൊരു സ്തോത്രം പറഞ്ഞാട്ടെ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവന് മറഞ്ഞിരിക്കുന്ന മന്നയാണ്. കർത്താവിനെ പറഞ്ഞല്ലോ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന സ്പിരിച്വൽ സ്ട്രെങ്ത്, ആത്മീയ ബലത്തെയാണ് ഈ മന്ന കാണിക്കുന്നത്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഈ മന്ന തിന്ന് അവർ ബലവാന്മാരായി തീർന്നു, ശക്തന്മാരായി തീർന്നു. അവർക്ക് രോഗങ്ങളില്ലായിരുന്നു, ദൈവരെ പരിപാലിപ്പാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്ന, ക്രിസ്തുവിനെ ഭുജിക്കുന്ന വിശുദ്ധന്മാര് ആത്മീയ ബലമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറഞ്ഞാൽ, അദർശനായ കർത്താവിനെ ആത്മീയമായി ഭക്ഷിക്കുന്നവരാണ് ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഭാവിയിൽ ഈ കർത്താവ് മറഞ്ഞിരിക്കുകയില്ല. ഇപ്പോൾ ഇൻവിസിബിൾ ആണെങ്കിലും ഇൻ ദ ഫ്യൂച്ചർ നമ്മുടെ കർത്താവ് വിസിബിൾ ആയിട്ട് നമ്മോടൊപ്പം വെളിപ്പെടാൻ പോവുകയാണ്. ജീസസ്. ഈ മന്ന തിന്നണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മറഞ്ഞിരിക്കുന്ന ഈ മന്ന ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. 100% നീ ജയാളിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം. എല്ലാ മേഖലകളിലും ദുരുപദേശത്തോട് നീ ഗുഡ് ബൈ പറഞ്ഞ് ജീവിക്കണം. ബിലെയാമിന്റെ ഉപദേശത്തോടും നിക്കോലാവിന്റെ ഉപദേശത്തോടും ഗുഡ് ബൈ പറഞ്ഞിട്ട്
ജയിക്കാൻ നീ മനസ്സ് വെച്ച് ജീവിച്ചാൽ പൗലോസിനെ പോലെ ഒടുവിൽ പറയാൻ പറ്റും, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഈ രണ്ടാമത് വൈറ്റ് സ്റ്റോൺ, ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല് കൊടുക്കും. ഈ മന്നയോടൊപ്പം ജയാളിക്ക് ദൈവം വാഗ്ദത്തം ചെയ്യപ്പെട്ട പ്രതിഫലമാണ് വെള്ളക്കല്ല്. ഇത് വിശിഷ്ടമായ ഒരു പ്രതിഫലം തന്നെയാണ്. ഈ പുരാതന കാലഘട്ടങ്ങളിലൊക്കെ കുറ്റവാളിയായി പിടിക്കപ്പെട്ടവനെ ന്യായാധിപൻ വിസ്തരിച്ച് നീതിമാനായി തെളിഞ്ഞാൽ അവൻ നീതിമാനാണെന്നുള്ളതിന്റെ തെളിവിന് വേണ്ടി വെള്ളക്കല്ല് കൊടുക്കും. ആ വെള്ളക്കല്ല് കൈവശമുള്ളവൻ കുറ്റക്കാരനല്ല. വിദേശ രാജ്യങ്ങളൊക്കെ ജീവിക്കുന്നവർക്ക് സിവിൽ ID അല്ലെങ്കിൽ എമറൈറ്റ്സ് ID, ഇവിടെ ജീവിക്കുന്നതിന്റെ ഒരു പ്രത്യേക കാർഡുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇത് കാണിക്കും. ഇത് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ലീഗലായിട്ട് ഇവിടെ പാർക്കുന്നവരാ. നാളെ കുറ്റം ചെയ്ത ഒരാള് പുരാതന കാലഘട്ടങ്ങളിൽ നടന്നു പോകുന്ന സമയത്ത് നീ ഇന്ന കുറ്റം ചെയ്തില്ലെന്ന് ഈ വെള്ളക്കല്ലെടുത്ത് കാണിക്കുമ്പോൾ അവൻ ആരാ? അവൻ നീതിമാനാണെന്ന് പ്രൂവ് ചെയ്യുക. അതാണ് വെള്ളക്കല്ല്. നാമും പെർഗമോസ് സഭയിലെ തെറ്റിൽ നിന്ന് ജയം പ്രാപിച്ചാൽ ഈ വെള്ളക്കല്ല് നമുക്ക് കിട്ടും. പുരാതന കാലങ്ങളിൽ യുദ്ധം ചെയ്ത് മടങ്ങി വന്നാൽ പടയാളിക്ക് ഗവൺമെന്റ് വെള്ളക്കല്ല് കൊടുക്കും. ദുരുപദേശങ്ങളിൽ നിന്ന് അകന്ന് അതിൽ പെടാതെ ജീവിച്ചാൽ നമുക്ക് ഈ വെള്ളക്കല്ല് കിട്ടും. ജീസസ് സ്വതന്ത്രമായ പൗരത്വത്തിന്റെ അടയാളമായി വെള്ളക്കല്ലിനെ പുരാതന ചില പട്ടണങ്ങളിൽ കണ്ടുവന്നിരുന്നു. കൊലോസ്യ ലേഖനം 3:24 ഒന്ന് വായിച്ചുവിടാം. കൊലോസ്യ ലേഖനം 3:24. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവ് ക്രിസ്തുവിനെ സേവിപ്പി. പ്രൈസ് ദി ലോർഡ്. അവകാശം എന്ന പ്രതിഫലം, നമുക്ക് ലഭിക്കപ്പെടാനുള്ള അവകാശമൊന്നും ഇവിടെ അല്ല കിട്ടുന്നത്. When our Christ comes in the midday, really we will be rewarded. ആത്മമിത്രങ്ങൾ തമ്മിൽ പിരിയുമ്പോൾ വെള്ളക്കല്ല് പൊട്ടിച്ചിട്ട് അവിടെ ഓർമ്മയ്ക്കായി പേരെഴുതി കൈമാറും. എന്നാൽ ഇവിടെ പെർഗമോസ് സഭയ്ക്ക് ദൈവം പൊട്ടിച്ച വെള്ളക്കല്ല അല്ല കൊടുക്കുന്നത്, പൊട്ടിക്കാതെ തന്നെ വെള്ളക്കല്ല് കൈമാറും. ഹല്ലേലൂയ. കാരണം എന്നാന്നറിയാമോ? സ്തോത്രം. കർത്താവിന്റെ ഹൃദയം നമ്മളെ വിശ്വസിച്ചിരിക്കുകൊണ്ട് ഓർമ്മയ്ക്ക് വേണ്ടി അത് പൊട്ടിച്ചല്ല കൊടുക്കുന്നത്, അത് ഫുള്ളായിട്ടാ കൊടുക്കുന്നത്. സ്തോത്രം. സദൃശവാക്യങ്ങൾ 31:11. സദൃശവാക്യങ്ങൾ 31:11 വായിക്കാം. കർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവന്റെ ലാഭത്തിനൊരു കുറവുമില്ല. ആമേൻ. ഈ വൈകവേളയിൽ തിരുവചനം പഠിക്കുന്നതുകൊണ്ട് പറയട്ടെ, കർത്താവിന്റെ ഹൃദയം സഹോദര നിന്നെ വിശ്വസിക്കട്ടെ, ദേവദാസനെ നിന്നെ വിശ്വസിക്കട്ടെ, വാത്സല്യ സഹോദരൻ നിന്നെ വിശ്വസിക്കട്ടെ, കർത്താവിന്റെ ഹൃദയം നിന്നെ വിശ്വസിക്കട്ടെ. പ്രാണപ്രിയന്റെ ഹൃദയം നമ്മെ വിശ്വസിക്കുന്നു. നാം നമ്മുടെ കർത്താവിന്റെ ആത്മസ്നേഹിതരാണ്. വി ആർ ദ ബെസ്റ്റ് ഫ്രണ്ട്സ് ഓഫ് അവർ ലോർഡ്. നമ്മുടെ കർത്താവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മൾ. സ്തോത്രം. മൂന്നാമത് പെർഗമോസ് സഭയ്ക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് ന്യൂ നെയിം, പുതിയ പേര്. അത് ക്യാരക്ടർ ബേസിൽ കൊടുക്കുന്നതാ. പുതിയ പേര് ലഭിക്കുന്നവന് മാത്രം അറിയാവുന്ന മർമ്മമാ. മനസ്സിലായോ? അവരവർക്കറിയാം
അവരുടെ പേരെന്നാ? നമ്മൾ വീട്ടിൽ അപ്പനും അമ്മയും വിളിക്കുന്ന പേരുണ്ട്, ഭർത്താവ് വിളിക്കുന്ന പേരുണ്ട്, മക്കൾ വിളിക്കുന്ന പേരുണ്ട്, അധ്യാപകർ വിളിക്കുന്ന പേരുണ്ട്, പല പേരുകളുണ്ട്. ഇനി നോർത്ത് നോക്കിയേ, നാം സേവിക്കുന്ന നമ്മുടെ യേശു തമ്പുരാന്റെ പേര്, എത്ര പേരുണ്ട് നമ്മുടെ കർത്താവിന്? അല്ലേ? 100 കണക്കിന് നമ്മുടെ കർത്താവിനെ കുറിച്ച് വചനത്തിൽ പല പേരുകൾ അറിയപ്പെടുന്നു. എത്ര വ്യാഖ്യാനിച്ചിട്ടും ആ പേരിന്റെ അർത്ഥം ഇതുവരെ തീർന്നിട്ടില്ല, പൂർണ്ണമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനാണെങ്കിൽ കർത്താവ് നമുക്ക് തരുന്ന പുതിയ പേരിന്റെ അർത്ഥം ഭൂമിയിൽ ആർക്കും പെട്ടെന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അത്രമാത്രം അർത്ഥവ്യാപ്തിയുള്ള പ്രതിഫലമാണ് ദൈവം നമുക്ക് തരാൻ പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഓരോ വിശ്വാസിയുടെയും ആത്മീയ ഗുണവിശേഷങ്ങൾക്കൊത്തവണ്ണം കർത്താവ് തരും. ഈ പുതിയ പേര് നമുക്ക് കിട്ടാൻ വേണ്ടി ജീവിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ, സ്തോത്രം. സഭാചരിത്രത്തിൽ പെർഗമോസ് സഭ എന്ന് പറയുന്നത് 3-ാം കാലഘട്ടത്തെ പ്രതിദാനം ചെയ്യുന്ന സഭയാണ്. അതാണ്ട് 313 മുതൽ 600 വർഷം AD, 313 മുതൽ 600 AD, ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഉള്ള സഭയുടെ സ്വഭാവ വൈശേഷതകളെ കുറിച്ചാണ് ഈ പെർഗമോ സഭ വിശേഷിപ്പിക്കുന്നത്. സ്മുർന സഭയുടെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ മാലിന്യം ഒന്നും ഏക്കാതെ ഒരു കുറ്റവും സ്മുർന സഭയെ കുറിച്ച് പറയാനില്ലാത്ത നിലയിൽ സഭയെ ദൈവം പരിപാലിച്ചു. ജനം അങ്ങനായി. എന്നാൽ പെർഗമോസ് സഭയുടെ കാലഘട്ടത്തിൽ എല്ലാം അപ്പാടെ അങ്ങ് മാറിപ്പോയി. പെർഗമോസ് സഭയുടെ കാലഘട്ടത്തിൽ ദൈവസഭയുടെ വിശുദ്ധിയെ ഇത് സാരമായി ബാധിക്കുവാനിടയായി തീർന്നു. എങ്കിലും ഒരു ചെറിയ ശേഷിപ്പ് പെർഗമോസിലും കർത്താവിന് വേണ്ടി നിൽപ്പാൻ ഉണ്ടായിരുന്നു. ഞാനിത് കൺക്ലൂഡ് ചെയ്ത് നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പെർഗമോസ് എന്ന വാക്കിന്റെ അർത്ഥം ഒത്തുതീർപ്പ് അല്ലെങ്കിൽ കോംപ്രമൈസ് എന്നാണ്. ലോകവുമായി കൈകൊടുത്ത സഭ. ഏത് വിഷയത്തിലാണ്? ദ ഡോക്ട്രിൻ ഓഫ് ബാല, ദ ഡോക്ട്രിൻസ് ഓഫ് നിക്കോലേഷ്യൻസ്. ബിലയാമിന്റെ ഉപദേശത്തിലും നിക്കോലാവരുടെ ഉപദേശത്തിലും ലോകവുമായി കൈകോർത്ത സഭയാണ് പെർഗമോസ് സഭ. വിഗ്രഹാർപ്പിതം തിന്നാനും ദുർനടപ്പ് ആചരിപ്പാനും ബിലയാം ഇസ്രായേൽ ജനത്തിന്, ഒരർത്ഥം പറഞ്ഞാൽ പാര വെച്ചെന്നൊക്കെ പറയുന്ന പോലെ തന്നെ, ബാലാക്കിന് എന്ത് ചെയ്തു? ഉപദേശിച്ചു. എങ്കിലും അവിടെ ഒരു കൂട്ടം ജനം 2 കാര്യത്തിനും വേണ്ടി ശക്തമായി നിന്നു. പെർഗമോസ് സഭ ഇതെല്ലാം ഉണ്ടെങ്കിലും, ഒന്ന്, കർത്താവിന്റെ നാമം മുറുകെ പിടിക്കാൻ ഒരു കൂട്ടർ മുന്നോട്ട് വന്നു. കർത്താവിനുള്ള വിശ്വാസം ത്യജിക്കാൻ മനസ്സില്ലാതെ, നിഷേധിക്കാൻ മനസ്സില്ലാതെ ഒരു കൂട്ടർ മുന്നോട്ട് വന്നു. പെർഗമോസ് സഭയിലെ അന്തിപ്പാസ് അല്ലെങ്കിൽ അധ്യക്ഷൻ രക്തസാക്ഷിയായി തീരാൻ കാരണം ഒരുപക്ഷെ ഇതുകൊണ്ടാണ്. വീണ്ടും ദൈവത്തിന് പറയാനുള്ളത്, മാനസാന്തരപ്പെടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം മാനസാന്തരമായിരുന്നു. യേശുവിന്റെ പ്രസംഗം മാനസാന്തരമായിരുന്നു. പത്രോസിന്റെ പ്രസംഗം മാനസാന്തരമായിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രസംഗം ഒക്കെ മാനസാന്തരമായിരുന്നു. മനസ്സിലായോ? അന്നേരം റിപ്പന്റൻസ് മീൻസ് ഡൂയിങ് എ U-turn and changing direction. Direction determines our destiny. മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ U-turn എടുക്കുക, നമ്മുടെ ഡയറക്ഷൻ മാറി വരിക, മനസ്സിന് മാറ്റം ഉണ്ടാക്കുക.
ആ നമ്മൾ എടുക്കുന്ന ആ തീരുമാനമാണ് നമ്മുടെ ഡെസ്റ്റിനി നിർണ്ണയിക്കുന്നത്. ദൈവസഭ മാനസാന്തരപ്പെട്ടാൽ മന്ന കിട്ടും. അത് ഹെവൻലി ഫുഡാണ്. ദൈവസഭ മാനസാന്തരപ്പെട്ടാൽ ഒരു വൈറ്റ് സ്റ്റോൺ, വെള്ളക്കല്ല് കിട്ടും. ബ്ലാക്ക് സ്റ്റോൺ ന്യായവിധിയെ കാണിക്കുന്നതാ. വൈറ്റ് സ്റ്റോൺ രക്ഷയെ കാണിക്കുന്ന, വിടുതലിനെ കാണിക്കുന്ന. സഭ മാനസാന്തരപ്പെട്ടാൽ പുതിയ പേര് കിട്ടും. നമ്മുടെ ക്യാരക്ടറിന്റെ അടയാളമാണ് പുതിയ പേര്. മൂന്ന് മെസ്സേജ് ഇതിനകത്തുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഒന്ന്, കർത്താവിന്റെ നാമം നാം മുറുകെ പിടിക്കണം. കർത്താവിനുള്ള വിശ്വാസം നമ്മൾ ഒരിക്കലും നിഷേധിക്കരുത്. നമ്മൾ ജയിക്കണം. നമ്മുടെ പ്രതിഫലങ്ങൾ നമ്മൾ വാങ്ങണം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ജീസസ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇന്ന് രാത്രി സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ. പെർഗമോ സഭയിൽ ജാതി ആചാരങ്ങൾ വന്നുകൂടി. ജാതീയ പട്ടണത്തിൽ ധാരാളം അന്യാരാധനകളും ബലിപീഠങ്ങളും പൈശാചിക സിംഹാസനങ്ങളും ഒക്കെ നിലനിൽക്കുന്നതിന്റെ നടുവിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടായ്മ അവിടെ പെർഗമോസ് പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ഫലസ്തീന സഹോദരന്മാരെ, വേദവിദ്യാർത്ഥികളെ, നമ്മായിരിക്കുന്ന പട്ടണം പൈശാചിക കോട്ടയ്ക്കകത്തായിരിക്കാം. അവിടെ നാം ആരായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത. നമ്മൾ ഈ ഭൂമിയിൽ തിരുവചനപ്രകാരം, ആലോചനപ്രകാരം ജീവിച്ചാൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലം അത് മറഞ്ഞിരിക്കുന്നതാണ്, ആർക്കും കൊടുക്കാത്തതാണ്. ഒരു പ്രത്യേക റിവാർഡാണ് ദൈവം നമുക്ക് തരാൻ പോകുന്നത്. എത്ര ശ്രേഷ്ഠപേറിയ അനുഭവങ്ങളാണ് ദൈവം നമുക്ക് തരാൻ പോകുന്നത്. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആരാ പ്രാർത്ഥിക്കുന്നേ? ആരെങ്കിലും ഒരാൾ വേഗത്തിൽ പ്രാർത്ഥിച്ചോ. നിത്യദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹീതമാകുന്ന നല്ല പ്രഭാതത്തിൽ, നല്ല സന്ധ്യയ്ക്കായി സ്തോത്രം. നിങ്ങളുടെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും അനുഗ്രഹീതമായ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്തു. അങ്ങയുടെ അഭിഷേകത്തിനെ കർത്താവ് ശക്തമായി ഇന്ന് ഉപയോഗിച്ചു. കർത്താവിനെ അന്ത്യകാല എന്ത് പറ്റി? കേൾക്കാൻ പറ്റുന്നില്ല. നെറ്റ് പ്രോബ്ലം ആയിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ പ്രജിത്ത് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചാട്ടെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നല്ല ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് ധന്യമായി നൽകി കർത്താവെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ഞങ്ങൾക്ക് നൽകിയതിനായ സ്തോത്രം. സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽക്കാലം കർത്താവെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കണമേ. വരുന്ന ദിവസങ്ങൾ നടത്തപ്പെടുന്ന ഗ്രാജുവേഷന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അത് ഏറ്റവും അനുഗ്രഹം നടത്തപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ നാമം സകലത്തിലും മാറ്റപ്പെടണം. കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. എല്ലാ ടീച്ചേഴ്സുമായി സ്തോത്രം ചെയ്ത് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സേന എടുത്തു വരുമ്പോഴേയും കൃപയിൽ പരിപാലിക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം.
സമയസാന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവ് കുടുംബമായി അനുഗ്രഹിക്കണമേ. ദൈവത്തിന് വലിയ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുത്തുക പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടും വീണ്ടും കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണനായി പ്രാർത്ഥിക്കുന്നു.